ചിക്കൻ കൊണ്ടൊരു ഇൻഡോ ചൈനീസ് പരീക്ഷണമാണിത്. ഏതായാലും ഈ ക്രിസ്മസ് സീസണിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതുപോലൊരു സ്റ്റാർട്ടർ റെസിപ്പി ഉണ്ടാക്കി നോക്കൂ. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റവുമാകും. ഒന്ന് ട്രൈ ചെയ്യാലോ. ഇതൊരു 600 ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, കാരണം ഇതിൽ വേറെ മുളകൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. ഇത് ഡാർക്ക് സോയയാണ്. ഇനി ഒരല്പം പുളിക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർക്കാം. ഇല്ലെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാധാരണ ചേർക്കുന്ന അത്ര ചേർക്കേണ്ടി വരില്ല, കാരണം സോയാ സോസിൽ അല്പം ഉപ്പൊക്കെ ഉണ്ടാവും. മിക്സ് ചെയ്ത് നോക്കിയ ശേഷം വേണമെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി ഇത് മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറെങ്കിലും വെക്കുക. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിത് പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഇതിവിടെ അടച്ചു വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ സമയമായിട്ടുണ്ട്. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുകയാണ്. അതിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളവും ചിക്കൻ്റെ നെയ്യും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൽ തന്നെ ഇത് കുക്കായി കിട്ടിക്കോളും. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉപയോഗിക്കണമെന്ന് മാത്രം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് ഒരല്പം സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വറുത്ത് കോരാം. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ 1 സവാള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള മൊരിഞ്ഞ് തുടങ്ങുമ്പോൾ തീ കുറയ്ക്കണം. അതുവരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊരു 1.5 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുകൂടി ഈ സവാളയുടെ കൂടെ ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. ചിക്കൻ ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കിയിടണം, കാരണം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ഒരു 15 മിനിറ്റ് കൊണ്ട് ചിക്കൻ കുക്കായി കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ വരും. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇതുപോലെ പുറമൊക്കെ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. എന്നാൽ ഉൾഭാഗം ഒട്ടും ഹാർഡാവുകയുമില്ല. ഇപ്പോൾ ചിക്കൻ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഒട്ടും എണ്ണയില്ലാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞു. സവാളയും വെളുത്തുള്ളിയും ഒന്ന് പകുതി മൂപ്പാവുമ്പോൾ ആവശ്യത്തിന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 6 പച്ചമുളക് 2ആയിട്ട് കീറി ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറാവുമ്പോൾ കോരിയെടുക്കാം. സവാള കോരിയെടുത്ത ശേഷവും ഇരുന്നൊന്ന് മൂക്കും. അപ്പോൾ അതുകൂടി മനസ്സിൽ കണ്ടിട്ട് വേണം കോരിയെടുക്കാനായിട്ട്. ഈ ഒരു പാകത്തിന് എടുത്താൽ മതി. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സവാള ഫ്രൈ റെഡിയായി. ചിക്കനും റെഡി. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്താലോ. ഇതുപോലൊരു ടേസ്റ്റി ചിക്കൻ ഫ്രൈയും അതിൻ്റെ മുകളിൽ വറുത്ത സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും. വളരെ നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണിത്. നല്ലൊരു സ്റ്റാർട്ടർ ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.